ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Grate. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. ഞാൻ ഇന്ന് മയണൈസ് ഉപയോഗിച്ച് 3 ടൈപ്പ് സാൻഡ്വിച്ചുകൾ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. എന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തേനെ കേട്ടോ. അപ്പം ആദ്യത്തെ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെജിറ്റേറിയൻ സാൻഡ്വിച്ചാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും ഗ്രേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ നല്ലപോലെ മയണൈസ് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഇവിടെ ചിലപ്പം മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാറുണ്ട്. പിന്നെ ചിലപ്പോൾ ലഞ്ചിന് ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പം ഈ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളി ചേർക്കാം. ഇവിടെ മക്കൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. അപ്പം ഞാനത് 2 വൈറ്റ് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തു. എന്നിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്താൽ മതി. ബട്ടർ സ്പ്രെഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ മക്കൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്തത്. ബട്ടർ സ്പ്രെഡ് ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മയണൈസ് മിക്സ്, അതായത് വെജിറ്റബിൾ മയണൈസ് മിക്സ് ബ്രെഡിനകത്ത് സ്പ്രെഡ് ചെയ്ത് ബ്രെഡ് ചേർത്ത് വെച്ചിട്ട് 4 സൈഡും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 4 സൈഡും കട്ട് ചെയ്ത് ക്രോസിൽ ഡിവൈഡ് ചെയ്തെടുക്കണം 2ആയിട്ട്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ടിഫിൻ ബോക്സിൽ വെക്കാനും റാപ്പ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുണ്ടാവും. അപ്പം ഞാനിവിടെ 4 സൈഡും ബ്രെഡിൻ്റെ കട്ട് ചെയ്തു. ഇനി ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജ് മയോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇനി നമുക്ക് അടുത്ത സാൻഡ്വിച്ചിലോട്ട് പോയാലോ. അടുത്ത സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിലോട്ട് കുറച്ച് ഉള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടിൻഡ് ട്യൂണ, എൻ്റെ കയ്യിലുള്ള സ്മോക്ഡ് ക്യാൻഡ് ട്യൂണയാണ് കേട്ടോ, ഞാൻ അതാണ് എടുത്തേക്കുന്നത്. അതും മയണൈസും ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പം ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് എടുക്കും. ബ്രെഡിനകത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ട്യൂണ ഒനിയൻ മയോ മിക്സ് ചേർത്ത് അത് ബ്രെഡിനകത്ത് ചേർത്ത് വെച്ചതിന് ശേഷം 4 സൈഡും കട്ട് ചെയ്ത് പഴയതുപോലെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ സാൻഡ്വിച്ചും റെഡിയാവും. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സാൻഡ്വിച്ചിലോട്ട് പോയാലോ. മൂന്നാമത്തെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുഴുങ്ങിയ മുട്ടയും മയണൈസുമാണ് ഉപയോഗിക്കുന്നത്. ഇതേ മുട്ട ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് മയണൈസ് ചേർക്കുക, മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ബ്രെഡിനകത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്യുക. വേണേ ബട്ടർ സ്പ്രെഡ് ചെയ്യാം, ഇല്ലേ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എഗ് മയോ സ്പ്രെഡ് ചെയ്യുക. എഗ് മയോ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 4 സൈഡും ബ്രെഡിൻ്റെ കട്ട് ചെയ്യുക, 2ആയിട്ട് മുറിച്ചെടുക്കുക. അപ്പം അങ്ങനെയാണ് നമ്മുടെ എഗ് മയോ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള 3 സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം Grate.